നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണം യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസിന് മേൽ സൈനിക സമ്മർദ്ദം നിലനിൽക്കാനുള്ള നെതന്യാഹുവിന്റെ തന്ത്രത്തെ പിന്തുണയ്ക്കുന്നവർ പറയുകയാണ് ഇത് ഒടുവിൽ ഇസ്രായേൽ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തീവ്രവാദികളെ പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറുമെന്ന്. ഇത് കൂടുതൽ വിജയകരമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് നയിക്കുമെന്നും ആത്യന്തികമായി ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും നെതന്യാഹു വിശ്വസിക്കുന്നത് പോലെ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഗാസയിലെ തന്ത്രപ്രധാനമായ 2 ഇടനാഴികളിൽ ഇസ്രായേലിന്റെ ശാശ്വത നിയന്ത്രണം ഉൾപ്പെടെയുള്ള പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് ആരോപിച്ച ഹമാസ് അവരുടെ മരണത്തിന് ഇസ്രായേലും അമേരിക്കയും കുറ്റപ്പെടുത്തി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും ഉന്നത സൈനികരടക്കം നിരവധി ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും പകരമായി ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 6 ബന്ദികളിൽ ഒരാളായ ഇസ്രായേൽ അമേരിക്കൻ ഹെർഷിൻ പോളിൻ എന്ന 23-കാരന്റെയും അതുപോലെ തന്നെ കാലിഫോർണിയയിലെ ബെർക്ക്ലി സ്വദേശി ആക്രമണത്തിൽ ഇടത് കൈയുടെയും ഒരു ഭാഗത്ത് ഈ ഗ്രനേഡിൽ നഷ്ടപ്പെടുകയുമുണ്ടായി. ഏപ്രിലിൽ ഹമാസ് അദ്ദേഹത്തെ ജീവനോടെ കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇത് ഇസ്രായേലിൽ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. ബന്ദികളാകപ്പെട്ടവരുടെ മോചനത്തിനായി പ്രസിഡന്റ് ജോ ബൈഡൻ, പോപ്പ് ഫ്രാൻസിസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും കഴിഞ്ഞ മാസം ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നും തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ഉയർന്ന പ്രചാരണത്തിന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നേതൃത്വം നൽകിയിരുന്നു. ഒക്ടോബർ 7 250ഓളം ബന്ദികളാക്കപ്പെട്ടു. മരിച്ചതായി കരുതപ്പെടുന്ന 35 പേർ ഉൾപ്പെടെ 100ഓളം പേർ ഇപ്പോഴും തടവിലാണെന്നും ഇസ്രായേൽ വിശ്വസിക്കുന്നു. ഇസ്രായേൽ മുദ്രണം ചെയ്ത ഫലസ്തീനികളുടെ മോചനത്തിന് പകരമായി നവംബറിലെ വെടിനിർത്തൽ സമയത്ത് 100-ലധികം പേരെയാണ് മോചിപ്പിച്ചത്. 8 പേരെ ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഡിസംബറിൽ തടവിൽ നിന്ന് രക്ഷപ്പെട്ട 3 ഇസ്രായേലികളെ ഇസ്രായേൽ സൈന്യം തെറ്റായി വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു. ഗാസയിൽ ബന്ദികളാക്കിയ ബാക്കിയുള്ള 100 പേരെ തിരികെ കൊണ്ടുവരാൻ നെതന്യാഹു ഒരു കരാറിൽ ഏർപ്പെടണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരിൽ 3-1 പേർ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് തകർന്ന ഹമാസിനെ കേടുകൂടാതെ ഉപേക്ഷിച്ച് പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ പോലും പല ഇസ്രായേലികളും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. എന്നാൽ മറ്റുള്ളവർ ബന്ദികൾക്കുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ തീവ്രവാദ ഗ്രൂപ്പിന്റെ നാശത്തിന് മുൻഗണന നൽകുന്നു എന്നും നെതന്യാഹു പറയുകയാണ്. സമ്പൂർണ്ണ വിജയം പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ വർഷം തന്നെ അതുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്.